ഹായ്, എല്ലാവർക്കും എൻ്റെ പാറൂസ് വ്ലോഗ് എന്ന് പറയുന്നൊരു ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ ഒത്തിരി സാധനങ്ങൾ ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു കാര്യമായിട്ടായിരുന്നില്ല. നമുക്ക് പെട്ടെന്നൊന്ന് വീട്ടിലുണ്ടാക്കാനായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ചെമ്മീനാണെങ്കിൽ അധികം ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സമയം, ചെമ്മീൻ്റെ ഒരു സീസൺ ആയിട്ടുള്ളൊരു സമയം. അപ്പോൾ നമുക്ക് ചെമ്മീൻ കിട്ടുമ്പോൾ പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്നൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ലഞ്ചിനോ അല്ലെങ്കിൽ വൈകുന്നേരം പിള്ളേർ വരുമ്പോഴേക്കും ഇച്ചിരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഇച്ചിരി ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ചെമ്മീൻ ഒന്ന് വേവിച്ച് വെക്കാം. ചെമ്മീൻ വെന്ത് വരുമ്പോഴേക്ക് ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് എടുക്കുന്ന പോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ സവോളയും തക്കാളി അരിഞ്ഞ് എടുത്ത് വെക്കാം. എന്നിട്ട് ബിരിയാണിയുടെ ആ ചേർക്കുന്ന പോലെ തന്നെ നമുക്ക് മസാല ബിരിയാണിയുടെ അതിനാക്കുന്ന പോലെ തന്നെ നമുക്കാക്കാം. പിന്നെ അതിനുള്ള ഗ്രേവി ആക്കുന്നത് നമ്മൾ സാധാരണ ബിരിയാണി ആക്കുന്ന പോലെ. അപ്പോൾ അതിന് അന്നേരം ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ. ചെമ്മീൻ ഇവിടെ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വെക്കാം, ബിരിയാണി അരിയോട് ചോറ് വെക്കാം. അത് പിന്നെ ഇപ്പോൾ എല്ലാവരും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല ഈ വീഡിയോയിൽ. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നെയ്ച്ചോറിനുള്ള ചോറ് വെക്കുന്നതൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് ഇപ്പം ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ലേ. ചെമ്മീൻ വേകാനായിട്ട് അടുപ്പിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് സവോള അരിഞ്ഞ് പച്ചമുളകും എല്ലാം ഇട്ട് വഴറ്റി, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് അത് കടുക് വറുത്ത് ആദ്യം പൊട്ടിച്ച് അതിനകത്തോട്ട് സവോളയും ഇട്ട് മൂത്ത് വരുമ്പോഴേക്ക് തക്കാളി ഇട്ട് ആ സമയത്ത് തക്കാളിയൊക്കെ മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീനെടുത്ത് ഈ ഗ്രേവിയിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ ആ സോക്കും കൂടി ഉണ്ടല്ലോ, വെള്ളവും കൂടി എല്ലാം ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി വന്ന് കഴിയുമ്പോൾ കുറച്ച് സമയം എടുത്ത് ആ വെള്ളം എല്ലാം കൂടി അതിനകത്തോട്ട് വറ്റി കഴിയുമ്പോഴത്തേക്ക് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ടാവില്ല, വേവിച്ച് വെച്ച ചോറിനകത്തോട്ട് ഈ ഗ്രേവിയും ബിരിയാണിയുടെ നെയ്ച്ചോറിനകത്തോട്ട് ഈ ചെമ്മീൻ്റെ ഗ്രേവി എല്ലാം കൂടി ഇട്ട് പുരട്ടി ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് ആവി കയറി കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ബിരിയാണി കിട്ടും, ചെമ്മീൻ ബിരിയാണി കിട്ടും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒത്തിരി നെയ്യൊന്നും ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ വെളിച്ചെണ്ണയിൽ മാത്രം ചെറുതായിട്ട് എടുത്തിട്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഈ ചാനൽ കാണുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലായിരുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.